കേരളത്തിലും ഭാരതത്തിലും ഒക്കെ നമ്മൾ കാണുന്ന രാഷ്ട്രീയത്തിലെ മക്കൾ രാഷ്ട്രീയം, ഇതിൻ്റെ ഒരു സ്രോതസ് പുത്രവാത്സല്യത്തിൻ്റെ വകയായിട്ട് വരുന്നതാണ്. ഇന്ദിരാഗാന്ധിയുടെ കാര്യത്തിൽ നമുക്കത് പറഞ്ഞുകൂടാ. കാരണം ഇന്ദിരാഗാന്ധി ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. നെഹ്റു അതിനുവേണ്ടി മനഃപൂർവ്വം ശ്രമിച്ചിരുന്നുമില്ല. നെഹ്റു നല്ല ഒരു ഉത്തമനായ ഒരു ഭരണാധികാരിയോ ഉത്തമനായ ഒരു രാഷ്ട്രീയക്കാരനോ ഉത്തമനായൊരു രാഷ്ട്രമീമാംസകാരനാണോ എന്ന കാര്യമൊക്കെ തർക്ക വിഷയമാണ്. പക്ഷേ തനിക്ക് ശേഷം ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരണം എന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് ഒരു പ്രവൃത്തിയും ഉണ്ടായിട്ടില്ല. മകളൊറ്റയ്ക്കായതുകൊണ്ട് അതിനെക്കുറിച്ച് പരാതി പറയുമ്പോൾ പുബുൽക്കർ അത് സൂചിപ്പിക്കുന്നുണ്ട്. ജീവചരിത്രകാരി ഇന്ദിരാഗാന്ധി വളരെ അനാഥയാണെന്നാണ് ഇന്ദിരാഗാന്ധിക്ക് തോന്നിയിരുന്നത്. ഇത്രയും വലിയൊരു കുടുംബത്തിൽ ഇത്രയും വലിയ അപ്പൂപ്പൻ്റെയും അച്ഛൻ്റെയും മകളായി ജീവിച്ചിരുന്നപ്പോഴും ഇന്ദിരാഗാന്ധിയുടെ ബാല്യത്തിൽ അനാഥത്വമാണ് അനുഭവിച്ചിരുന്നത്. ഒരു നല്ല വാക്ക് പറയാനാളില്ല, ശ്രദ്ധിക്കാനാളില്ല, വാത്സ്യം കാണിക്കാൻ അമ്മയില്ല, അച്ഛനില്ല. പക്ഷേ നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകളിൽ നിന്ന് വ്യക്തമാവുന്നത് നെഹ്റു ഇന്ദിരാഗാന്ധിയെ ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാക്കി വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിൽ തെറ്റൊന്നുമില്ലല്ലോ, അതിൽ തെറ്റൊന്നുമില്ല. കാരണം അതൊരു രാഷ്ട്രീയ കുടുംബമാണ്. മോത്തിലാൽ നെഹ്റു മുതൽ രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇദ്ദേഹവും നിന്ന് പ്രവർത്തിക്കുന്നു. പഠിക്കാൻ മോശമായത് കാരണം ഇംഗ്ലണ്ടിൽ പോയി തോറ്റു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് എഴുതി ജയിച്ചു നെഹ്റു. ഒരു പശ്ചാത്തലം ഉള്ളത് എപ്പോഴും നല്ലതല്ലേ? ഇപ്പൊ ഒരു അഡ്വക്കേറ്റിന്റെ മകനെ കൂടുതൽ നന്നായി ആ വേദിയിൽ ശോഭിക്കാൻ സാധിക്കും. പഴയ കേസുകളൊക്കെ എടുത്ത് പരിശോധിച്ച് അതിൻ്റെ പൊടിയടിച്ച് ജലദോഷം വരാൻ അത് ഉപകരിക്കും. പിന്നെ മാത്രമല്ല ഈ ഒരു പരിശീലനം ഉണ്ടല്ലോ, വീട്ടിൽ കണ്ടു വളരുന്ന കണ്ടുവളരുന്നത് എങ്ങനെയാണ് കേസ് വാദിക്കേണ്ടതെന്നും ഈ കേസിനെ സംബന്ധിക്കുന്ന നമുക്കറിഞ്ഞുകൂടാത്ത ഒത്തിരി സാങ്കേതിക കാര്യങ്ങളുണ്ട്. ഈ സാങ്കേതിക കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി വരിക. അപ്പോൾ ഒരു ഗുമസ്ത ബന്ധം വക്കീലായ അച്ഛനോട് വക്കീലാകാൻ പോകുന്ന മകനുണ്ടാകും. അപ്പോൾ പാരമ്പര്യം അങ്ങനെ തുടരുന്നതിൽ തെറ്റില്ല. പക്ഷേ ആ പാരമ്പര്യം തുടരത്തക്ക വിധത്തിലുള്ള രാഷ്ട്രീയവും വ്യക്തിപരവും ദാർശനികവും ആയ യോഗ്യത ഈ പുത്രൻ നേടിയിരിക്കണം. ഇന്ദിരാഗാന്ധിക്ക് അതുണ്ടായിരുന്നു. പിന്നീട് വേറെ പല കാരണങ്ങളാൽ നമുക്ക് ഇന്ദിരാഗാന്ധിയെ ഈ ഉത്തമ രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടി വന്നു എന്നുള്ളത് വേറെ കാര്യമാണ്. അപ്പോൾ അതൊരു സ്വാഭാവികമായ കടന്നുവരലാണ്. ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധിയെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് ഇതുവരെയുള്ള ഒരു നാടകമായിരുന്നില്ല, അത് ഒരു നാടകീയ സംഭവമായിരുന്നില്ല. അതിലൊന്നും ഒരു താല്പര്യമില്ലാതിരുന്ന ആളിൻ്റെ മുതുകത്ത് കൊണ്ടുപോയി കഴുതയുടെ പുറത്ത് വിഴുപ്പ് ഭാണ്ഡം വെച്ച് കൊടുക്കുന്നവരെ വെച്ച് കൊടുക്കുകയായിരുന്നു. അദ്ദേഹത്തിനത് സ്വീകാര്യമായിരുന്നില്ല, ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. ഇതങ്ങനെയല്ല. ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയം അറിയാം. ഇന്ദിരാഗാന്ധിക്ക് നെഹ്റുവിൻ്റെ മകളെന്നുള്ള നിലയിൽ ലോകത്തിലെ നേതാക്കന്മാരുമായിട്ടൊക്കെ വലിയ പരിചയം. ഇപ്പോൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ലോക നേതാക്കന്മാരെ അറിയാം, ലോക രാഷ്ട്രീയം അറിയാം, ഭാരതത്തിൻ്റെ രാഷ്ട്രീയം അറിയാം, ഭാരതത്തിൻ്റെ സംസ്കാരം അറിയാം. ഇന്ദിരാഗാന്ധി എഴുതിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗ്രന്ഥകർത്താവ് ശങ്കരാചാര്യരാണെന്നാണ് നമ്മളെ അമ്പരപ്പെടുത്തുന്ന ഒരു പ്രസ്താവമാണത്. രംഗനാഥാനന്ദ സ്വാമിജിയായിട്ടൊക്കെ വളരെ അടുത്ത ബന്ധമാണ് പുലർത്തിയിരുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥകർത്താവ് ശങ്കരാചാര്യരുന്നു. ആര് പറയും ശങ്കരാചാര്യായിരുന്നു? ശങ്കരാചാര്യരുടെ പേര് തന്നെ ഓർക്കുന്നവർ വളരെ ചുരുക്കമാണ്. കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ തൻ്റെ മനസ്സിനെ ബാധിച്ച ഒരു ഗ്രന്ഥകർത്താവായിട്ട് ശങ്കരാചാര്യരുടെ പേര് ആരെങ്കിലും പറയുമോ? പറയില്ല. ഇപ്പോഴത്തെ ഏതെങ്കിലും ഭരണാധികാരി പറയുമോ? ഒരു ഭരണാധികാരിയും പറയില്ല. ശങ്കരാചാര്യൻ എഴുതിയാൽ തന്നെ തെറ്റിപ്പോകും പലർക്കും. നായും കൂടി കായും കൂടി വേണോ, ഇന്നും കായും കൂടി വേണോ, അത് ഷാ കഴിഞ്ഞിട്ടൊരു പൂജ ഇട്ടാൽ മതിയോ? പ്രശ്നമില്ലേ? ഇപ്പോൾ ശങ്കരൻ എഴുതുന്നത് വലിയ പ്രശ്നമാണെന്ന് ഇപ്പോൾ ബോധ്യമായില്ലേ? ഷാ കഴിഞ്ഞിട്ട് നാ എഴുതാം, ഷാ കഴിഞ്ഞിട്ട് പൂജ ഇടാം, ഷാ കഴിഞ്ഞിട്ട് ഇന്നെഴുതിയിട്ട് കാ എഴുതാം. എല്ലാത്തിനും എളുപ്പം എന്താണ്? എഴുതാതിരിക്കുന്നത്. അപ്പോൾ ശങ്കരാചാര്യരെക്കുറിച്ച് നമുക്ക് എത്രയോ വലിയ അജ്ഞതയാണ് കിടക്കുന്നത് എന്നുള്ളത്. ആ പേരെങ്ങനെ എഴുതണം എന്ന കാര്യത്തിൽ പോലും വലിയ തർക്കമാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഇൻ്റർമീഡിയറ്റിനോ മറ്റോ തോറ്റ ഒരു സ്ത്രീ, അങ്ങനെയല്ലേ ഉണ്ടായിട്ടുള്ളത്? അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ആരും അതങ്ങനെ പറയാറില്ലെങ്കിലും തോറ്റ ഒരു സ്ത്രീ ശങ്കരാചാര്യനാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗ്രന്ഥകർത്താവ് എന്ന് പറയുമ്പോൾ അത് വെറുതെ ഒരു കള്ളം പറഞ്ഞതല്ല. കാരണം അത് പഠിക്കാത്ത ഒരാളിന് ആ പേര് തോന്നിയില്ലാത്ത വിധത്തിൽ ഒരു രാഷ്ട്രീയക്കാരിൽ നിന്ന് വളരെ വിദൂരത്തിൽ വർത്തിക്കുന്ന ഒരു ദാർശനിക നാമധേയമാണ്. ഭയപ്പെടുത്തുന്നൊരു നാമധേയമാണതേ. ഇത്രയും വലിയൊരു ദാർശനിക ഭീകരൻ ലോകത്തിലില്ല. ദാർശനികൻ എന്നല്ല അദ്ദേഹത്തെ പറയേണ്ടത്. പിന്നെന്താണ്? ഒരു ദാർശനിക ഭീകരനാണ്. അതുകൊണ്ടാണ് ശാങ്കര ദർശനത്തെക്കുറിച്ച് ഇത്രയേറെ വിതർക്കങ്ങൾ, വാദവിവാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ വലിയ പണ്ഡിതന്മാരുടെ ഇടയിൽ നടന്നിട്ടുള്ളത്.
അപ്പോൾ അതാണ് ഇന്ദിരാഗാന്ധി പറയുക. അപ്പോൾ വലിയ ആഴമുള്ള ഒരാളാണ്, വ്യക്തിത്വത്തിന് വലിയ ആഴവും പരപ്പുണ്ട്, നാം കണ്ടിട്ടില്ലാത്തതും നമുക്ക് ഉപയോഗപ്പെട്ടിട്ടില്ലാത്തതുമായ ഇന്ദിരാഗാന്ധിയുടെ മുഴുവൻ യോഗ്യതകളും നമുക്ക് കറന്നെടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനൊരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശം നെഹ്റു ലോകചരിത്രം അഭ്യസിപ്പിക്കുന്ന കൂട്ടത്തിൽ തൽക്കാലത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചും പലതും അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇവരുടെ കയ്യിൽ ഭാവിയിലെ ഭാരതത്തിൻ്റെ ഭരണം ഇരിക്കണം, പ്രധാനമന്ത്രി പദവി ഇരിക്കണം എന്ന മനഃപൂർവ്വമായ ഉദ്ദേശത്തോടുകൂടി പരിശീലിപ്പിക്കുമ്പോഴാണ് നമുക്കിത് പറയാവുന്നത്. അല്ലാതെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചാൽ അത് നമുക്ക് പറയാനൊക്കില്ല. കാരണം രാഷ്ട്രീയത്തിൽ എല്ലാവരും പ്രവർത്തിക്കണേ, ഇത് മന്ത്രിയാകുന്നവർ മാത്രമല്ല, നമുക്കും പ്രവർത്തിക്കാവുന്ന രാഷ്ട്രീയത്തിൽ നമ്മളും പ്രവർത്തിക്കണം. ഓരോ ജനത്തിലെ ഓരോ അംഗവും രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന സന്ദർഭം കിട്ടുമ്പോൾ അങ്ങനെ എന്നാൽ രാഷ്ട്രീയം ഇത്രയും വഷളാവില്ല, നേരിട്ട് പങ്കെടുക്കണം. പുരാതന ഗ്രീസിൽ അങ്ങനെയായിരുന്നു. പെരിക്ലീസിന് തോന്നിയവർ ഭരിക്കാൻ ഒക്കില്ല. പെരിക്ലീസിൻ്റെ ഭാര്യയുടെ ഉപദേശം പെരിക്ലീസിൻ്റെ ഭരണത്തിൽ വന്നപ്പോൾ ജനങ്ങൾ കയറി ഇടപെട്ടു, അവർക്ക് നിശബ്ദമായി ഇരിക്കേണ്ടി വന്നു. അപ്പോൾ ജനങ്ങളുടെ ഇടപെടലിൽ ഏറ്റവും കുറഞ്ഞ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നമ്മുടെ വർത്തമാനകാലത്തിലുള്ളത്. അതിൽ ഇടപെടേണ്ടതാണ്. ഇടപെടാൻ ഏറ്റവും കൂടുതൽ അവകാശമുള്ളത് ഇപ്പോഴാണ്. കാരണം തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നതിൽ പ്രമുഖമായ പങ്ക് വഹിക്കുന്ന ആളുകൾ അതിനകത്ത് ഇടപെടുകയില്ല എന്ന് വന്നാൽ എങ്ങനെയാണ്? അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് രാഷ്ട്രീയമായ പരിശീലനം കൊടുക്കുന്നതും അവർക്ക് പ്രധാനമന്ത്രി കസേരയോ അല്ലെങ്കിൽ ഒരു മന്ത്രി കസേരയോ കിട്ടത്തക്ക വിധത്തിലുള്ള ഉപജാപപരമായ പ്രവൃത്തികൾ ചെയ്യുന്നതും രണ്ടാണ്. പിന്നീടൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്താണ്? പിൽക്കാല രാഷ്ട്രീയത്തിൽ സംഭവിച്ചിട്ടുള്ളത് ആ ഉപജാപങ്ങൾക്ക് തൻ്റെ പുത്രന് രാഷ്ട്രീയത്തിൽ അധികാരം കിട്ടുന്നതിന് വേണ്ടുന്ന ഉപജാപങ്ങളിലേക്ക് രാഷ്ട്രീയ പിതാക്കന്മാർ മാറി എന്നുള്ളതാണ്, ഭരണപിതാക്കന്മാർ മാറി എന്നുള്ളതാണ്. അത് എല്ലാവർക്കും അതിലാഗ്രഹമുണ്ട്, എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. അത് ഒരു വക്കീലിൻ്റെ മകൻ വക്കീലാകുന്നത് പോലെയല്ല. കാരണം വക്കീലിൻ്റെ മകൻ വക്കീലായതിനാൽ രാഷ്ട്രത്തിനൊരു കുഴപ്പമില്ല. അവൻ വാദിക്കുന്ന കേസ് നോക്കുന്നേ ഉള്ളൂ. കക്ഷികൾക്ക് മാത്രമേ അതിൻ്റെ കുഴപ്പമുള്ളൂ. കോടതിക്ക് ചിരിക്കാനൊരു വകയും, ഒരു വിഡ്ഢിയാൻ വന്ന് വാദിക്കുന്നല്ലോ എന്ന് കേട്ട് കോടതിക്ക് ജഡ്ജിമാർക്കിരുന്ന് ചിരിക്കാം എന്നുള്ളതല്ലാതെ ഇപ്പോൾ പിന്നെ പരമ്പരയായിട്ട് മിടുക്കന്മാരായ വക്കീലന്മാരുണ്ടായിട്ടുള്ള എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ തന്നെ. മിടുക്കനായ വക്കീലാണ് അച്ഛൻ, അതുപോലെ തന്നെ മിടുക്കനായ മകൻ, അതുപോലെ തന്നെ മിടുക്കനായ പേരക്കുട്ടി, അങ്ങനെ പാരമ്പര്യം വരാം. ആ പാരമ്പര്യത്തിന് തെറ്റില്ല. ഇപ്പോൾ ഡോക്ടറുടെ മകൻ ഡോക്ടറായി, അപ്പോൾ ശരിയായ ഡോക്ടറായില്ല, അതുകൊണ്ട് പല്ല് ഡോക്ടറായി, എന്നാലും കുഴപ്പമില്ല. അവിടെ ഈ വർണ്ണവ്യവസ്ഥയുടെ ഒരു പ്രതിഫലനം അത് വരും. അതുകൊണ്ടാണ് ഈ വർണ്ണവ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സാധനമാണെന്ന് പറയുന്നത്. അത് അവൻ വേറെ തരത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അത് സ്വഭാവമാണതേ. ഡോക്ടറാവാൻ സ്വഭാവമുള്ളവൻ ഡോക്ടറായിട്ട് വരും. അതാണ് ശരിക്കുള്ള വരണവും. എന്ത് താല്പര്യമാണോ എന്ത് വാസനയാണോ അയാൾ ജന്മനാ കൊണ്ടുവന്നത്, വരണം ചെയ്തു കൊണ്ടുവന്നത്, അതിൽ നിന്നാണ് വരണേ, അവൻ വലിച്ചു കൊണ്ടുവന്നതിനാണ് വരണം എന്ന് പറയുന്നത്. അതിനോടുകൂടി എന്നുള്ള ഉപസർഗം ചേർക്കുമ്പോൾ സംവരണമായി, റിസർവേഷൻ എന്നുള്ള അർത്ഥത്തിലുള്ള സംവരണമായി. അപ്പോൾ ജന്മവാസനകൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുണ്ടായിരുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയായിരുന്നു എന്ത്? വർണ്ണം. അതിന് നിറം എന്നുള്ള അർത്ഥമില്ല, കളർ എന്നുള്ള അർത്ഥമില്ല, ജാതി എന്നുള്ള അർത്ഥമില്ല. അതൊക്കെ പിൽക്കാലത്ത് ആ വർണ്ണ സങ്കല്പത്തിന് അധപ്പതനം സംഭവിച്ചപ്പോൾ ഉണ്ടായ വൈകല്യങ്ങളാണ്. അപ്പോൾ ഒരു താത്വികമായ ഘടനയുടെ വൈകല്യത്തെ നോക്കിയിട്ടല്ല, അതിന് പിൽക്കാലത്തുണ്ടായ കാലാന്തരത്തിൽ വന്ന വൈകല്യത്തെ നോക്കിയല്ല നാം അതിനെ അപഗ്രഹിക്കേണ്ടത്. അതെന്തുദ്ദേശത്തിൽ നടപ്പിലായോ ആ നടപ്പിലായ ഉദ്ദേശത്തിന് ശാസ്ത്രീയത ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതിന് ശാസ്ത്രീയതയുണ്ട്. അത് ശാസ്ത്രത്തിനും ചിന്തയ്ക്കും തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. വെറുതെ അന്ധന്മാരായ ആളുകൾക്ക് അത് തള്ളിക്കളയാം എന്നുള്ളതല്ലാതെ ആലോചനാശീലന്മാർക്ക് അത് തള്ളിക്കളയാൻ ഒക്കാത്ത ഒരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തം തന്നെയാണ് വർണ്ണവ്യവസ്ഥ. ഇന്നതിന് പ്രാബല്യമില്ലെങ്കിലും, പ്രാബല്യം ഉണ്ടാകേണ്ട ആവശ്യവുമില്ല അതിന്. അത്രയ്ക്ക് പരിവർത്തനം വന്നുപോയി സമൂഹത്തിനും ജനങ്ങൾക്കും. ഇപ്പോൾ രാഷ്ട്രീയക്കാരൻ്റെ മകൻ രാഷ്ട്രീയക്കാരനായാൽ അവൻ യോഗ്യതയുള്ളവനല്ലെങ്കിൽ അതിൻ്റെ ദുഷ്ഫലം ആർക്കുണ്ടാകും? ജനങ്ങൾക്കുണ്ടാകും. പക്ഷെ ഡോക്ടറുടെ മകൻ ഡോക്ടറായാലും വക്കീലിൻ്റെ മകൻ വക്കീലായാലും ദുഷ്ഫലം ഉണ്ടായാൽ അത് കക്ഷിയെയും ആ കുടുംബത്തെയും മാത്രമേ ബാധിക്കുള്ളൂ. കക്ഷിയെയും വക്കീലിനെയും മാത്രമേ ബാധിക്കുന്നുള്ളൂ. അതുപോലെയല്ല ഇത്.
അതുകൊണ്ട് ഇത് ഒട്ടും അനുവദനീയമല്ല. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പരമമായ യോഗ്യത എന്താണ്? ത്യാഗബുദ്ധിയാണ്. അപ്പോൾ ത്യാഗബുദ്ധിയില്ലാത്ത ഒരു മകനെ, അധികാരത്തിൽ മാത്രം താല്പര്യമുള്ള ഒരു മകനെ, ഒരു രാഷ്ട്രീയ പിതാവ്, ഭരണത്തിലിരുന്നൊരു പിതാവ്, അത് ഇന്ത്യയിൽ എവിടെയായാലും കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഭാര്യയെ മുഖ്യമന്ത്രിയാക്കും, തൻ്റെ പേരിൽ കേസ് വരുമ്പോൾ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കുന്നതുമൊക്കെ പണ്ടത്തെ രീതിയിലാണെങ്കിൽ, പ്രാചീന ഭാരതത്തിൻ്റെ തത്വചിന്ത അനുസരിച്ചാണെങ്കിൽ അവരെ ആതതായികളുടെ കൂട്ടത്തിൽ പെടുത്തണം. അഗ്നിദോ ഗരദശ്ചൈവ ശസ്ത്രപാണിർധനാപഹ ക്ഷേത്രധാരാപഹർത്താച ഷഡേതേ ഹ്യാതതായിനഃ. ഇങ്ങനെ 6 തരം ആതതായികളാണുള്ളത്. ക്ഷേത്രം വഹരിക്കുക, രാജ്യം പിടിച്ചെടുക്കുക എന്നാണ്, അത് അമ്പലം പിടിക്കലല്ല. ഇപ്പം രാജ്യം പിടിച്ചെടുക്കുന്നവനെ കണ്ടയിടത്ത് വെച്ച് കൊന്നുകളയണം. ഗുരും വാ ബാലവൃദ്ധൗ വാ, അവൻ ആചാര്യനായിക്കൊള്ളട്ടെ, ഗുരുവായിക്കൊള്ളട്ടെ, ബാലനായിക്കൊള്ളട്ടെ, വൃദ്ധനായിക്കൊള്ളട്ടെ, അങ്ങനെ വരുന്നവരെ ആരായിരുന്നാലും കണ്ടയിടത്ത് വെച്ച് തല്ലി കൊന്നുകളയണം. ഹന്യാദേവാ വിചാരയൻ, വിചാരണ കൂടാതെ അവർക്ക് ന്യായാന്യായ വിചാരണയ്ക്കുള്ള സാധ്യതകൾ കൂടി അടച്ചു കളഞ്ഞുകൊണ്ട് കൊല്ലേണ്ടതാണ് എന്നാണ് ഉപദേശം. ഷഡേതേ ഹ്യാതതായിനഃ, 6 തരത്തിലുള്ള ആതതായികളുണ്ട്. ഭാര്യ അപഹരിച്ചുകൊണ്ട് പോകുന്നവൻ, രാവണൻ ആതതായിയായിരുന്നു. സഹോദരി, അമ്മ, ഗുരുപത്നി ഇവരുടെയൊക്കെ സ്ഥാനമുള്ള സ്ത്രീ അപഹരിക്കുന്നവൻ, കുടിവെള്ളത്തിൽ വിഷം കലക്കുന്നവൻ ആതതായിട്ടാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് കേസൊന്നും കൊടുക്കണ്ട അന്ന്. അപ്പോൾ തന്നെ ആൾ കൂടി അങ്ങ് തല്ലിക്കൊന്നുകളെ, ഒരു പ്രശ്നമില്ല. എന്തുകൊണ്ടാണ് തല്ലിക്കൊന്നത് അന്നത്തെ കോടതി ചോദിക്കില്ല, രാജാവ് ചോദിക്കില്ല. കുടിക്കുന്ന വെള്ളത്തിൽ വിഷം കലക്കി എന്നുള്ളതിന് തെളിവ് മാത്രമേ ആവശ്യമുള്ളൂ. അഗ്നിദോ, വീടിന് തീ വയ്ക്കുക. ഇന്നത്തെ വീടിന് തീ വയ്ക്കുന്ന എളുപ്പമല്ല, കോൺക്രീറ്റ് ആയതുകൊണ്ടേ പെട്ടെന്ന് കത്ത് പിടിക്കില്ല. അതിന് പകരം തീ കൊണ്ടുള്ള മറ്റ് സാധനങ്ങൾ ഉപയോഗിക്കുക. ബോംബ് എറിയുക, വാണം കത്തിച്ചു വിടുക, ചെറുതരം റോക്കറ്റ് പ്രയോഗിക്കുക, വെടിവെക്കുക, ഇതൊക്കെ തീപ്രയോഗങ്ങളാണ്. അഗ്നിദോ, അഗ്നി പ്രയോഗിക്കുന്നവൻ. ക്ഷേത്ര ധാരാപഹർത്താച, ധനം കെട്ടുകൊണ്ടുപോകുന്നവനെ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇതെല്ലാം ഒന്നിച്ച് ചെയ്ത ആളാണ് ദുര്യോധനൻ. ഈ 6 ചെയ്തതാണ്. അന്യൻ്റെ സ്ത്രീയെ ഭാര്യയെ മോഷ്ടിച്ചുകൊണ്ട് പോയി. കലിംഗ രാജാവിൻ്റെ പുത്രിയെ ബലമായി പിടിച്ചുകൊണ്ട് പോരുകയായിരുന്നു ദുര്യോധനൻ, കർണൻ്റെ സഹായത്തോടുകൂടി. അപ്പം അതൊന്നും നമ്മൾ മഹാഭാരതത്തിൽ നിന്ന് കാണില്ല. ഈ മഹാഭാരത പണ്ഡിതന്മാരൊന്നും ദുര്യോധനൻ ചെയ്ത ഇത്തരം വൃത്തികേടുകൾ കാണില്ല. കുട്ടിയുടെ സമ്മതമില്ലാതെ, സമ്മതിച്ചാൽ പ്രശ്നമൊന്നുമില്ല, സമ്മതമില്ലാതെ പിടിച്ചു കൊണ്ടുപോകുന്നു. അങ്ങനെ ചെയ്യുന്നയാളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രമത്ത ഗ്രാമധർമ്മേഷു, ഗ്രാമ്യധർമ്മത്തിൽ പ്രമത്തനായിരുന്നു. അവിടെയാണ് മമപുത്രോ സുദുർബുദ്ധി എന്ന് പറയുന്നത്. ദുർബുദ്ധിയായ, വെറുതെ ദുർബുദ്ധിയല്ല, സുദുർബുദ്ധി, ദുർബുദ്ധികളിൽ വെച്ച് അഗ്രഗണ്യനാണ്. ഇത് അച്ഛൻ പറയുന്നതാണ്, വേറെ ആരും ധർമ്മപുത്രർ പറയുന്നതല്ല, എതിരാളികൾ പറയുന്നതല്ല, ശത്രു പറയുന്നതല്ല. പ്രമത്ത ഗ്രാമ്യധർമ്മേഷു, ഗ്രാമ്യധർമ്മം ലൈംഗിക വീഴ്ചയാണ്. അല്ല നമ്മളിപ്പോൾ ഗ്രാമസഭ എന്നൊക്കെ പറയുമ്പോൾ വിചാരിക്കുന്ന പോലത്തെ അർത്ഥമല്ല അതിനുള്ളത്. ഗ്രാമ്യധർമ്മം കേൾക്കുമ്പോൾ നോക്കുമ്പോൾ അത് നല്ല ധർമ്മമാണല്ലോ എന്ന് നമുക്ക് തോന്നും. അല്ല, പ്രമത്ത, മത്തൻ എന്ന് പറഞ്ഞാൽ തന്നെ വെളിവില്ലാതെ ഇടപെടുന്നവനാണ്. പിന്നെ പ്രകർഷേണ എന്നുള്ള ഉപസർഗം കൂടി, പ്രിഫിക്സ് കൂടി ചേർത്ത് അതിനെ അങ്ങ് സുനിശ്ചിതമാക്കി കളഞ്ഞു. പ്രമത്ത ഗ്രാമ്യധർമ്മേഷു മമപുത്രോ സുദുർബുദ്ധി പൃഥിവീം ഘാതയിഷ്യതി, ഇവൻ ഈ ഭൂമിയെ നശിപ്പിച്ചു കളയും. ആര് പറഞ്ഞതാണിത്? ഇത്രയും വാത്സല്യമുള്ള അച്ഛൻ പറഞ്ഞതാണ് മകനെക്കുറിച്ച്. ആരോട് പറഞ്ഞതാണ്? സഞ്ജയനോട് പറഞ്ഞതാണ്, തൻ്റെ ഇഷ്ടമന്ത്രിയോട് പറഞ്ഞതാണ്, ആരും കേൾക്കാതെ. ഇതാണവൻ തരം, ഇതാണവൻ്റെ സ്വഭാവം. ഈ ദുര്യോധനനാണ് നമ്മുടെ വർത്തമാനകാലത്തിലെ വലിയ പുരോഗമനവാദികളും വലിയ ജനാധിപത്യവാദികളും വലിയ നിരൂപകന്മാർ
ദുര്യോധനെക്കുറിച്ച് തന്നെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് കുട്ടികൃഷ്ണന്മാരാർ, ദുര്യോധനൻ്റെ യോഗ്യതകളെക്കുറിച്ച്. ഈ അധർമ്മയാണെന്ന് പറയുന്നുണ്ട് അദ്ദേഹം. എന്ത് യോഗ്യത? ഈ 6 തരം ആതതായിത്വങ്ങൾ പറഞ്ഞിട്ട്, മഹാഭാവിത്വങ്ങൾ പറഞ്ഞിട്ട്, ഈ 6 തരം മഹാഭാവിത്വങ്ങളുമുള്ള ഒരാളാണ് ദുര്യോധനൻ. ആ ദുര്യോധനൻ കർണനെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇത് തൻ്റെ ആതതായിത്വത്തിൻ്റെ മാറ്റുകൂട്ടാൻ സഹായിക്കുന്ന ഏറ്റവും മൂർച്ചയേറിയ ഒരു ആയുധമാണ് കർണൻ എന്ന് കണ്ടിട്ടാണ് ആ കെട്ടിപ്പിടുത്തം, ആ രാജ്യദാനവും, ആ രാജ്യാഭിഷേകവും, ആ രാജസ്ഥാനത്തിൻ്റെ ദാനവും. കർണനെ ദുര്യോധനൻ അദ്ദേഹം അതുവരെ അഭ്യസിച്ചിട്ടില്ലാതിരുന്ന, പ്രയോഗിച്ചിട്ടില്ലാതിരുന്ന, പഠിച്ചിട്ടില്ലാതിരുന്ന മറ്റൊരായുധമായിട്ട് കാണുകയായിരുന്നു. ഒരായുധം കിട്ടിയതിൻ്റെ ഉത്സാഹമായിരുന്നു. ആർക്കെതിരെയുള്ള? അർജുനനെതിരെയുള്ള നവീനമായ ഒരായുധം കിട്ടിയതിൻ്റെ അടക്കി വയ്ക്കാനാവാത്ത, സഹിക്കാനാവാത്ത ഉത്സാഹത്തിൻ്റെ താൽക്കാലികമായ സാന്ദർഭികമായ പ്രത്യക്ഷീഭാവമായിരുന്നു ആ സൗഹൃദം. അതിൽ കഴിഞ്ഞ അതിനൊരർത്ഥവുമില്ല. പക്ഷെ നമ്മളിങ്ങനെ വ്യാപകമായിട്ട് ചിന്തിക്കാഞ്ഞതുകൊണ്ട് നമുക്കപ്പം തോന്നുന്നു, ജാതി പറഞ്ഞ് ആക്ഷേപിച്ചപ്പോഴാണല്ലോ, അതന്നില്ല. നമുക്കാണ് ഈ ജാതി ചിന്ത സഹിക്കാൻ വയ്യാത്ത വിധത്തിൽ ഉള്ളിൽ ജാതി ചിന്തയുമായിട്ട് നടക്കുന്നത്. അന്ന് ജാതിയില്ല. അന്ന് അവിടെ ഇദ്ദേഹത്തിൻ്റെ മന്ത്രി ആരാണ്? ഇദ്ദേഹത്തിൻ്റെ മന്ത്രി അദ്ദേഹത്തിൻ്റെ സഹോദരനായ വിതുരർ തന്നെയാണ്. പ്രധാനമന്ത്രി ധൃതരാഷ്ട്രരുടെ പ്രധാനമന്ത്രി വിതുരനാണ്. പണ്ട് പോയപ്പോൾ ഇദ്ദേഹത്തെ മന്ത്രിമാരിൽ വെച്ച് മുഖ്യനായി ധൃതരാഷ്ട്രയെ തൽക്കാലത്തേക്ക് രാജാവാക്കിയും, കാരണം കാട്ടിൽ പോയിട്ട് തിരിച്ചു വരാനാണല്ലോ അദ്ദേഹം പോയത്. പോയപ്പോൾ ഒരു കേരള ഗവൺമെൻറ്റിൻ്റെ എന്താണ് ആ ഡിപ്പാർട്ട്മെൻറ്റ്, ഒരു ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ്, ആ കേരള ഗവൺമെൻറ്റിൻ്റെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രോത്സാഹിപ്പിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ട് പാണ്ഡു ഭാര്യമാരെയും കൂട്ടി പോയി എന്ന് മാത്രമേ ഉള്ളൂ, ചില പരിചാരകന്മാരെയും. അല്ല, തിരിച്ചു വരാതിരിക്കാൻ പോയ പോക്കല്ല. പക്ഷേ അത് തിരിച്ചു വരാതിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള അവസാനത്തെ അന്ത്യമായ യാത്രയായിട്ട് കലാശിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദൗർഭാഗ്യം. അത് മറ്റൊരു സംഗതിയാണ്. അപ്പോൾ അന്ന് ജാതിയില്ല. നാം ധരിക്കുന്ന തരത്തിലുള്ള ജാതി ചിന്ത ഉണ്ടായിരുന്നേ ഇല്ല. അതാണ് അതിൻ്റെ വസ്തുത. അത് മഹാഭാരതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാമൂഹിക അന്തരീക്ഷത്തെ നാം നമ്മുടെ പക്ഷപാതങ്ങളൊന്നുമില്ലാതെ, പക്ഷപാതങ്ങൾ ഒരു വ്യക്തിക്ക് പാടില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് നമ്മുടേതായ പക്ഷപാതങ്ങളാവാം. അങ്ങനെ പക്ഷപാതങ്ങൾ ഉള്ളപ്പോഴും അതെന്തിനു വേണ്ടിയാണ് നാം പക്ഷപാതങ്ങൾ സ്വീകരിക്കുന്നത്? നമ്മുടെ ചില സ്വാർത്ഥതകൾ നേടിയെടുക്കാനാണ്. ചില പാർട്ടികളുടെ കൂടെ നിൽക്കുന്നത്, ആ പാർട്ടികളുടെ കൂടെ നിൽക്കുന്നവർക്ക് ചില നക്കാപ്പിച്ചകൾ കിട്ടും. ആ നക്കാപ്പിച്ചകൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റിയിൽ ഒരു യൂണിവേഴ്സിറ്റിക്ക് അഡ്വൈസറി ബോർഡില്ല, വേണ്ട, അത് നല്ലതല്ല, നന്നായി പോയെന്നാൽ പിന്നെ പ്രശ്നമാണല്ലോ. അപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഏത് കൺട്രോളർ ഓഫ് എക്സാമിനേഷൻസ് ആവാം, രജിസ്ട്രാർ ആവാം, വേറെ അവിടുത്തെ ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗമാവാം, അതിന് ചില TA ഒക്കെ കിട്ടും, സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റ് ആവാം. ഇതൊക്കെ ഏതെങ്കിലും ഒരു അധികാരമുള്ള രാഷ്ട്രീയ പാർട്ടിയോടുകൂടി ഒട്ടി നിന്നാലാണ്. അതുകൊണ്ട് അവരിഷ്ടപ്പെടുന്നതെല്ലാം നമുക്കും ഇഷ്ടപ്പെട്ടു എന്ന് നാം അങ്ങ് ഭാവിച്ചു കൊടുത്തേക്കും. അങ്ങനെ ഭാവിച്ചു കൊടുക്കുമ്പോഴും ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, വസ്തുത മനസ്സിലാക്കണം. അല്ലെങ്കിൽ മണ്ടനായിട്ട് ജീവിച്ച് മരിക്കേണ്ടി വരും. മൂഢനായിട്ട് ജീവിച്ച് മരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ബുദ്ധിമാനായിട്ട് ജീവിച്ച് മരിക്കുന്നത്? അതായിരിക്കും ഭേദം. മരണം എന്തായാലും ഒഴിവാക്കാനൊക്കെ ഇല്ലല്ലോ. അപ്പോൾ ഒരു ബുദ്ധിമാനായിട്ട് മരിക്കുന്നതായിരിക്കും ഭേദം. മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടി, കളിപ്പിക്കാൻ വേണ്ടി, സ്വന്തം കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അങ്ങനെ നിൽക്കാമെങ്കിലും വസ്തുതകൾ മനസ്സിലാക്കണം. മഹാഭാരതത്തിലെ സാമൂഹികമായ സമൂഹത്തിൻ്റെ അന്നത്തെ ഈ വർണ്ണവ്യവസ്ഥയുടെ ചിത്രീകരണത്തിൽ നിന്ന് ഇന്ന് കാണുന്ന തരത്തിലുള്ള ജാതി ചിന്തയുടെ ബീജം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സുനിശ്ചിതമാണ്. അപ്പോൾ ഇദ്ദേഹമാണ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. അപ്പോൾ ജാതി ചിന്ത ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയായിട്ട് വയ്ക്കും. പക്ഷേ ഈ പ്രധാനമന്ത്രി വളരെ ജ്ഞാനിയായിരുന്നതുകൊണ്ട് ഈ പ്രധാനമന്ത്രിയെ ആര് വകവച്ചിരുന്നില്ല? ദുര്യോധനൻ വകവച്ചിരുന്നില്ല. അപ്പോൾ ദുര്യോധനൻ പാപാത്മാ എന്നും കൂടി ചേർത്ത് പറയും ഇതിനകത്ത്. സുദുർബുദ്ധിയാണ്, പാപാത്മാവാണ്.